എൻ്റെ ഒപിയിൽ സ്ഥിരം കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടർ എന്ത് രോഗലക്ഷണങ്ങൾ കാണുമ്പോഴാണ് ഗ്ലോക്കോമ ടെസ്റ്റുകൾ ചെയ്യേണ്ടത്? വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോക്കോമ എന്ന് പറയുമ്പോൾ ഏത് ടെസ്റ്റ് എപ്പോ എന്ത് എന്നുള്ളതല്ല. നമ്മൾക്കറിയാം ഗ്ലോക്കോമ എന്ന് പറയുമ്പോൾ അതിന് ബേസിക് ആയിട്ട് ഒരുപാട് തരത്തിലുള്ള ഗ്ലോക്കോമയുണ്ട്. പക്ഷെ ബേസിക് ആയിട്ട് നമ്മൾ രണ്ട് തരത്തിലാണ് അതിനെ കാണേണ്ടത്. ഒന്ന് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, രണ്ടാമത്തത് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ. മറ്റനവധി ഗ്ലോക്കോമകളുണ്ട്, പക്ഷേ ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണെങ്കിൽ ആദ്യ കാലങ്ങളിൽ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. അത് യാദൃശ്ചികമായിട്ടോ അല്ലെങ്കിൽ ഡോക്ടർ പരിശോധിക്കുമ്പോഴാണ് കണ്ടുപിടിക്കപ്പെടുക. എന്ന് പറയുമ്പോൾ നമ്മളുടെ പെരിഫറൽ ഫീൽഡ് ഓഫ് വിഷൻ കുറയുന്നതായിട്ടോ അല്ലെങ്കിൽ കിട്ടേണ്ട കാഴ്ച അല്ലെങ്കിൽ എല്ലാ ഏരിയകളിലും കിട്ടാണ്ട് വരികയോ അല്ലെങ്കിൽ നമ്മുടെ നെർവ് ഫൈബർ ലെയേഴ്സ് എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ഭാഗങ്ങളിൽ ഡിഫക്റ്റ് വരുന്നതോ ഇതെല്ലാം പരിശോധനകളിലൂടെ മാത്രമേ കണ്ടുപിടിക്കപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കണ്ണുകൾക്ക് വേദനയായിട്ട് വരാം, ക്ലൗഡി വിഷൻ മങ്ങിയ കാഴ്ചയായിട്ട് വരാം. അടുത്തതായിട്ട് ശക്തമായിട്ടുള്ള കണ്ണിന് വേദനയായിട്ടും നമുക്ക് ലക്ഷണങ്ങൾ വരാം. ഇതെല്ലാം അക്യൂട്ട് എന്ന് പറയുമ്പോൾ തീവ്രമായിട്ടുള്ള ഒരു അറ്റാക്ക് വന്നാൽ മാത്രമേ ഉള്ളൂ. സബ് അക്യൂട്ട് ചെറിയ രീതിയിലുള്ള ഒരു അവസ്ഥയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വൈകിയേ അത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ പ്രായബന്ധിതമായിട്ട് നമ്മൾ ഗ്ലോക്കോമ എക്സാമിനേഷൻ ചെയ്യേണ്ടത് അനിവാര്യമായി തന്നെ ഇരിക്കുന്നു.